ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കുറച്ച് റെസിപ്പീസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അത് മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പ ബിരിയാണിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അന്ന് മോർണിംഗ് നമ്മൾ ഒരു സിമ്പിൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയായിരുന്നു. അത് പിന്നെ ഒരു കപ്പ പുഴുക്കാക്കിയിട്ട് അതിനുള്ളൊരു മീൻ കറിയുടെ ഒരു റെസിപ്പി വരുന്നുണ്ട്. പിന്നെ ഒരു സിമ്പിൾ പായസം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോക്കകത്തുള്ളത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത ഗ്രീൻ പീസാണ്. അതിനിപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് നേരെ കുക്കറിലിടാം. മിനിമം ഒരു ഗ്രീൻ പീസ് അറിയാലോ, ഉണങ്ങിയ ഗ്രീൻ പീസ് ആകുമ്പോൾ മിനിമം ഒരു 6-7 മണിക്കൂറേലും വെള്ളത്തിൽ കിടക്കുവാണെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം നമുക്കിത് ആദ്യം കുക്കറിലേക്ക് ഇടാവേ. അപ്പം കുതിർത്ത് വെച്ച് ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ഇടുക. ഇത് നന്നായിട്ട് അതിന് ശേഷം ഒന്ന് കഴുകി വാരി എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ്, അതായത് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ 1 കപ്പ് ഗ്രീൻ പീസ് ആയിരുന്നു. ആ ഗ്രീൻ പീസും കൂടെ വെള്ളത്തിലിട്ടപ്പോൾ അത് കുറച്ച് വീർത്ത് വരുമല്ലോ, അങ്ങനെയുള്ള ഗ്രീൻ പീസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് വെജിറ്റബിൾ വേണേലും ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ വലിപ്പമുള്ള, അതായത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സവോള അരിഞ്ഞ് ഒന്നിട്ട് കൊടുക്കാവേ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ ഇപ്പോൾ ഒരു 2 എണ്ണം ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പകുതി തുടം വെളുത്തുള്ളി ഇതൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ചതയ്ക്കണം. ചതച്ചിട്ട് നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചതയ്ക്കുമ്പോൾ ഒരു ഗുണം, ഇപ്പോൾ കണ്ട എൻ്റെ തൊലിയെല്ലാം സെപ്പറേറ്റ് വേറെ തന്നെയായി. തൊലി മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം തൊലിയെല്ലാം വിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ചതഞ്ഞും കിട്ടി, ഇത് തൊലി കളഞ്ഞും കിട്ടി. ചതച്ച വെളുത്തുള്ളി കൂടി ഒന്നിട്ട് കൊടുക്കാവേ. ഇതിലേക്ക് ഇടേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിനകത്ത് മൊത്തം പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് അത് നെരുക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഒന്ന് വേകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഒരു പിടി തേങ്ങ ആയതുള്ളത്. ഇത്രയും തേങ്ങ എടുത്ത് ഇതിൻ്റെ അകത്തൊരു വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കുന്നില്ല, ജീരകം ചേർക്കുന്നുണ്ട്. ജീരകവും തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഏതാണ്ട് ഒരു സ്പൂണോളം ജീരകം ഞാൻ എടുക്കുന്നുണ്ട്. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങ ഒന്ന് ഏതാണ്ട് ഈ പരുവത്തിൽ, അതായത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക തേങ്ങയും ജീരകവും കൂടെ. ഇതിപ്പോൾ ഒരു 4 വിസിൽ അടിച്ചിട്ടെടുത്തതാണ്. അതെന്തോന്ന് നോക്കാം. ഇതൊരു കുറച്ചും കൂടെ വേവാൻ ബാക്കിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ തന്നെ അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് വേകാനായിട്ട് അങ്ങോട്ട് വയ്ക്കാം. ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുക. കാരണം അത് കുറച്ച് വെള്ളം കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു 2 വിസിലും കൂടി അടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ആ വെള്ളം വറ്റിപ്പോയാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നോക്കുമ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നുന്നു. അതുപോലെ ഞാനൊരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഗരം മസാല ഇടാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഫസ്റ്റിലെ നമ്മൾ വേവിക്കാൻ വെക്കൂലേ, ആ സമയത്ത് തന്നെ ഹോൾ സ്പൈസസ് ഇപ്പം ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ പട്ട, പിന്നെ ഒരു 2 ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസിലും കൂടെ കേൾപ്പിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ മൊത്തം ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചാൽ മാത്രം മതി. കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു പാത്രം ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട്
നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്നും ചൂടായത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാവേ. പൊട്ടി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ ഗ്രീൻ പീസൊക്കെ, അത് ഇതിൻ്റെ അകത്തോട്ട് ഇടുക ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ അത് ചാറ് നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് ആ കുക്കറിൻ്റെ അകത്തോട്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചാവുന്ന കറക്കി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചാലും മതി. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ അരച്ചു വെച്ച ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൊങ്ങിക്കഴിഞ്ഞ് നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു, അതുകൊണ്ട് ഇത് പിന്നെ അധികം പൊങ്ങിയിട്ടില്ല. എന്നിട്ട് ഇനിയിപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തട്ടുദോശ പോലത്തെ ദോശ അച്ചുവിടാൻ പോകുന്നത്. ദോശ റെഡി. ഇന്നൊരു കപ്പ ബിരിയാണി ആക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു 1.5 കിലോ എല്ലെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ഇറച്ചി അതെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് നമുക്ക് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 തുടം വെളുത്തുള്ളിയുണ്ട്, അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്. മൊത്തം നോക്ക് ഇതൊരു കയ്യോളം ഉണ്ട്. ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഏതാണ്ട് ഒരു കൈപ്പിടിയോളം ചെറിയുള്ളിയും കൂടെ ഉണ്ട്, അതും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി അത്യാവശ്യം ഒരു ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഞാനിപ്പം 1 സ്പൂണേ ഇടുന്നുള്ളൂ നമുക്ക്, കാരണം കുറച്ച് കഴിഞ്ഞ് കുരുമുളക് പൊടിയൊക്കെ ഇടാനുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ബീഫിന് എപ്പോഴും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് നല്ലതുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, അധികം ഇപ്പം ചേർക്കണ്ട. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അവസാനം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഗരം മസാല ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് അധികം വെള്ളം ഒഴിക്കണ്ട. ഞാൻ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാതെയാണ് ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം കപ്പ ബിരിയാണിയല്ലേ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് അധികം വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ച് കുഴഞ്ഞു പോവും. അത്രയും കുഴഞ്ഞു വേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കത്തെ. ഇനി ഇത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി കുക്കറിൽ അടി പിടിക്കുന്ന പേടിയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഒഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബീഫ് അവിടെ വേകുന്ന സമയം കൊണ്ട് ഞാനിവിടെ കപ്പ കുറച്ച് ഇതൊരു 2 കിലോ കപ്പയോളം ഉണ്ട്. അതൊന്ന് ഈ സൈസിൽ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇനി വേകുന്നതിനൊപ്പം നമ്മളിട്ട് കൊടുക്കുന്നത് ഈ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഞാൻ എല്ലാ കപ്പയും എടുത്തിട്ട് ഇത് ചെയ്യുന്നില്ല, കപ്പ ബിരിയാണി ആക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കപ്പയ്ക്ക് കുറച്ചൊരു മീൻകറി ആക്കാമെന്ന് കൊണ്ട്, കഴിഞ്ഞ ദിവസം വാങ്ങിയ മീന് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒരു മീൻകറി ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായതും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരത്തേക്ക് 1 സ്പൂണ് ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം ഒരു കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നതും ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി നന്നായിട്ട് ഉടഞ്ഞു വരണം. ഈ സമയം കൊണ്ട് നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടൊരു തേങ്ങ അരച്ചെടുക്കാനുണ്ട്. തേങ്ങ അരച്ച മീൻകറിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കറിക്കകത്ത് ഒരു പൊടികൾ വിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ പൊടികളെല്ലാം ഞാനിപ്പം തേങ്ങയുടെ കൂട്ടിൻ്റെ അകത്തോട്ടാണ് ഇടുന്നത്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു, പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ പുളി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നന്നായിട്ട് വറ്റണം. വറ്റുക മീൻസ് ഒത്തിരി വറ്റണ്ട, ആ ഒരു പുളിയുടെ ഇത് ആ ചാറിൻ്റെ അകത്തോട്ട് ശരിക്കും ഇറങ്ങണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കപ്പ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാവേ. ഇനി ഈ കപ്പയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം ഈ തരത്തിൽ കപ്പയൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം മുഴുവനായിട്ട് ഉടച്ചിട്ടില്ല, ഒരു കുറച്ച് ശരിക്കും ഉടച്ചു, കുറച്ച് അല്ലാണ്ട് കഷ്ണങ്ങളായിട്ടും കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുക്കുണ്ടാക്കത്തില്ലേ, ആ പുഴുക്കുണ്ടാക്കുന്ന അതേ രീതിയിൽ നമുക്ക് ആ തേങ്ങയുടെ അരപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് പുഴുക്ക് പോലെ ആക്കി എടുക്കാം. നമ്മൾ പുളി ഒഴിച്ച് വെച്ച വെള്ളമില്ലേ, ആ ചാറ് അത് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ല തേങ്ങയുടെ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മിക്സി കഴുകി ഒരു കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഈ ചാറ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തിൻ്റെ കുറവുള്ളത്, അതായത് എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മീൻ ഇടാൻ പോവുക. മീൻ ഇടുന്നതിന് മുമ്പ് അത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പച്ചമീനല്ലേ ഇടുന്നത്. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേജിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പോ എരിവോ മുളക് പൊടിയോ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് വിടുക. ഇപ്പം ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അതിൻ്റെ അകത്ത് കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇനി കപ്പയ്ക്കുള്ള അരപ്പാക്കാൻ പോവുക. അപ്പോൾ ആ അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുത്താൽ മതി, അരയ്ക്കണ്ട. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് ഈ അരപ്പ് നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതൊന്ന് ഈ പരുവത്തിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഒന്ന്, അതായത് ആവി കയറിയിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് റെഡിയാകും.
മീൻകറി റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചട്ടി കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ പാത്രം മാറ്റി ഇതിൻ്റെ അകത്തേക്ക് ആക്കി. അങ്ങനെ മീൻകറി റെഡിയായി, അത് അവിടെ മാറ്റി വെച്ചു. നേരത്തെ വേവിച്ച എല്ലില്ലേ, അത് വെന്തോന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം അതിൻ്റെ ഗ്യാസെല്ലാം പോയി, അത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതുണ്ട്, വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ അതിൻ്റെ അകത്ത് അത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശരിക്കുള്ള എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അതായത് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് വറക്കണം. വറുത്തിട്ട് കുറച്ച് പരിപാടികളുണ്ട്, അത് ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തേങ്ങ ഒന്ന് വറുക്കാനായിട്ടിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ട്, അതായത് കളർ മാറുന്ന പോലെ, നല്ല ബ്രൗൺ കളർ ആവുന്ന പോലെ വറുത്തെടുക്കണം. അതൊന്ന് ശരിക്കും വറുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്തോട്ട് നമുക്ക് വേവിച്ച എല്ല് ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിന് ഉപ്പ് വേണമെന്നാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത പാത്രമില്ലേ, അതിൻ്റെ അകത്തേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് ആവി കയറി വരണം. അങ്ങനെയാണ് നമ്മളുടെ കപ്പ ബിരിയാണി റെഡി. പിന്നെ ഞാൻ ചെയ്തത് വെരി സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് ആദ്യം ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് വറുത്തെടുക്കുക ചെയ്തത്. ഇതൊന്ന് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിൻ്റെ അകത്ത് വറുക്കുക. പിന്നെ പായസത്തിൽ തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വറുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ സേമിയ, ഇത് വറുത്ത സേമിയ തന്നെയാണ്, ഈ സേമിയയും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് ഈ നെയ്ക്കകത്ത് കിടന്നിട്ട് ഒന്ന് വറന്ന് വരണം. അപ്പോഴത്തേക്ക് സേമിയയ്ക്കും നല്ലൊരു നെയ്യുടെ ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ സേമിയയും ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റില്ലേ, ആ സേമിയയാണ്. അപ്പം അളവെല്ലാം ആ രീതിയിലായിരിക്കുമേ. സേമിയ ഒന്ന് വറന്നു വന്നതും ഇതിൻ്റെ അകത്തോട്ട് ഞാൻ പിന്നെ പശുവും പാൽ 1/2 ലിറ്റർ ഒഴിച്ചു. ഒപ്പം തന്നെ 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് സേമിയ നമ്മൾ വേവിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും മാത്രം പാൽ ഒഴിക്കാൻ കാരണം പിന്നീട് ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം പശുവും പാൽ ജസ്റ്റ് വേകാൻ വേണ്ടിയിട്ട് മാത്രം പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് പിന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട്, വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പഞ്ചസാര ഫുൾ ഇപ്പം തന്നെ ഇട്ട് വേണമെങ്കിലും കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ചുക്കും പിന്നെ ഒരു സ്പൂൺ ജീരകവും ഒരു 3-4 ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അന്നേരത്തേക്കും നമ്മളുടെ ഈ സേമിയ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ പൊടിച്ച പൊടിയുണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത പഞ്ചസാര അത് മധുരത്തിന് മതിയാവോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എന്തെങ്കിലും ഒഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രമീകരിക്കാവേ. എന്നിട്ട് ഇത് നോക്കി പഞ്ചസാര ആ മധുരം പോരാ എന്നാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് പഞ്ചസാര എടുത്തിട്ടല്ലേ ഞാൻ എല്ലാം കൂടെ പൊടിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഇടുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കുറച്ച്, അതായത് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കണേ. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ.
ഇത്രയും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം അതിന് ആവശ്യത്തിനുള്ള മധുരവുമായി അതിൻ്റെ ഫ്ലേവറിങ്ങുമായി. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ടിൻ തേങ്ങാപ്പാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടിന്നായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, ആ തേങ്ങാപ്പാൽ കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ല ഇനി ഡയറക്റ്റ് നല്ല തേങ്ങ അരച്ച് പിഴിഞ്ഞെടുക്കുന്ന പാൽ ഒഴിക്കുകയാണെങ്കിൽ അതാണേലും മതി. ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ ടിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചത്. ഇതിപ്പോൾ ഒരു 165 ml, അതായത് ഒരു കപ്പിനെക്കാട്ടിലും ഒരു കുറച്ചും കൂടി ഉണ്ടാവും. അത്രയേ ഉള്ളൊരു ക്വാണ്ടിറ്റി തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ നെയ്ക്കകത്ത് വറുത്ത് വെച്ചില്ലേ, അതെല്ലാം കൂടെ ഇടുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും നമ്മുടെ പായസം റെഡിയായി. പിന്നെ പായസം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടെ പാൽ തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള മധുരം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പായസം. ഇതിൽ ഈസി ആയിട്ട് വേറെ പായസം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ വാനില എസൻസ് ഒരു സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. അന്നേരം കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് വരും. അത്ര തന്നെ. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിഭവങ്ങൾ. താങ്ക് യു.